ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇവിടുത്തെ MLA-യോടും നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ച ആശങ്ക ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആവശ്യം തന്നെയാണ് നമ്മൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെ, ശക്തമായി നമ്മൾ ആവശ്യം മുന്നോട്ട് വെച്ചു. കാരണം ഇത് ഓപ്പറേഷൻ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത്. കാരണം ഇന്ന് 3 മണിയോടുകൂടി തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പുഴയിൽ തന്നെ നമുക്ക് അന്വേഷണം ഊർജിതമാക്കണം. അതിന് ഏത് തരത്തിലുള്ള സഹായവും നമ്മൾ തരാം. കാരണം ഇതൊരു 2 സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കോ ആ രീതിയിലുള്ളൊരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നത്തിലേക്കോ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അത്തരൊരു വിഷയം വന്നപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. കാരണം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യോഗത്തിലും ആവശ്യപ്പെട്ട ഒരു കാര്യം നിർത്തരുത് എന്നാണ്. കാരണം സ്വാഭാവികമായിട്ട് അവരെടുത്തൊരു ഡിസിഷൻ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർത്തരുത് എന്ന നമ്മുടെ ആവശ്യം ഏകപക്ഷീയ എന്നല്ല. നമ്മൾ ആ മീറ്റിങ്ങിനകത്ത് നമ്മളുടെ എന്താണ് ആവശ്യം, നമ്മുടെ കൺസേൺ എന്താണ്, സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത് ശക്തമായി തന്നെ പറഞ്ഞു. പക്ഷേ അവർ നേരത്തെ പറഞ്ഞ പോലെ ചില റീസൺസ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെയുള്ള പുഴ തെളിയുന്ന പ്രശ്നങ്ങൾ, ഒഴുക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോഴും അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവസാനം യോഗത്തിനിടയിലും നമ്മൾ അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും റിക്വസ്റ്റ് ചെയ്തത് ഏത് സംവിധാനങ്ങൾ, കാരണം നമ്മൾ ഇവിടെ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും പാൻറ്റൂൺ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടു. അത് ഞാൻ മീറ്റിങ്ങിനിടയിൽ മന്ത്രിയോട് തന്നെ പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷേ ഇവർ ഇപ്പോൾ നമ്മളെ അറിയിച്ചത് ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ആ ആവശ്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ശക്തമായി കടന്നു കയറുക എന്നുള്ളതല്ല, അവരോട് ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യണം. അല്ല, നമ്മൾ നേരത്തെ തന്നെ ഇത്തരം ടെക്നോളജിക്കലി പ്രശ്നങ്ങൾ, കാരണം ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അതിന് ഏത് തരത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ച് ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കാരണം വെയിറ്റിംഗ് അല്ലല്ലോ, അവിടെ തെളിയട്ടെ മഴ പോകട്ടെ എന്നല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മളെപ്പോഴും നിൽക്കുക. അതുകൊണ്ട് എത്രയും വേഗം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിന്നുപോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും പറഞ്ഞ ടെക്നീഷ്യൻസ് വന്നതിന് ശേഷം സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നൊരു ആവശ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം ജിതിനുൾപ്പെടെ ആവശ്യപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ട് ഈ യോഗത്തെ ശക്തമായി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കർണാടക സ്റ്റേറ്റാണ്. അപ്പോൾ അവരുടെ ഡിസിഷനിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ആ ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത്. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. അവരുടെ ഒന്നും സേവനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയെ അവസാനിപ്പിച്ച് പോകുന്നതല്ല ആഗ്രഹിക്കുക. അദ്ദേഹം ചെയ്ത വർക്കിനെയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുണ്ടായ ചില ആശങ്ക, ഇപ്പോൾ ഇവിടെ 2 ദിവസം മന്ത്രിമാരുൾപ്പെടെ വന്നു. 3 ദിവസമായിട്ട് 2 മന്ത്രിമാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് ചെയ്തതിൻ്റെ ഭാഗമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഡ്രഡ്ജിങ് ഉണ്ട്, പാൻറ്റൂൺ ഉണ്ട്, അത്തരം ടഗ് ബോട്ട് ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും ആ സാധ്യതയൊന്നും ഇവിടെ എത്തപ്പെട്ടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ആ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മളിവിടുത്തെ അധികാരികളോട് വളരെ സജീവമായി ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ. ഒരു ഘട്ടത്തിലും നിങ്ങൾ അങ്ങനൊരു ചർച്ച പൊതുവിൽ രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഒരു കാരണവശാലും നിർത്തി പോകരുത് എന്നുള്ളത് നമ്മളിന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനം എന്താ, രാവിലെ എടുത്ത തീരുമാനം എന്താ, ഇത് അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് ആ ഒരു ആശങ്ക പറഞ്ഞത്. ഇതൊരിക്കലും ഞാനിവിടെ ആവർത്തിക്കുന്നു, ഒരിക്കലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു വിഷയത്തിലല്ല. ഇവിടെ MLA ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടതും ഇത് നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്ത്
ഈ പ്രവർത്തനത്തെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ ടെക്നോളജിയുണ്ട് ഏതറ്റം വരെയും. ഞാനിവിടെ പറയുന്നത് കേന്ദ്രത്തിനുൾപ്പെടെ, കേന്ദ്രമന്ത്രിക്കുൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കാരണം നേവിയുടെ തന്നെ ഏറ്റവും വലിയ സേവനം ഏത് തരത്തിൽ ലഭിക്കും, ആ സേവനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി വേണമെന്നാണ്. പക്ഷേ ആ നിലയിലേക്കൊന്നും എത്താതെ കൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. നേരത്തെ പറഞ്ഞ് എത്തുമെന്ന് പറഞ്ഞതുപോലും എത്താത്ത നിലയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആശങ്കയുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ഇവിടുത്തെ അധികാരികളോട് ഈ യോഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഉൾപ്പെടെ അഭ്യർത്ഥിച്ചത് കണ്ടിന്യൂ ചെയ്യണം. ആ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അല്ല, അതിലൊരു സംശയമാണ്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ അറിയിച്ചു. നമ്മൾ അപ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറെ നമ്മൾ വിളിച്ചു. നമ്മൾ ഏത് സംവിധാനത്തിനും തയ്യാറാണ്. ഇവരോട് പറഞ്ഞു 24 hours മതിയല്ലോ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ. ആ യോഗത്തിൽ നമ്മളത് അറിയിച്ചു. പക്ഷെ അന്നേരം അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടെക്നീഷ്യൻ വരണം, ആ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്കതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്ന രീതിയിലേക്കാണ്. അതിൻ്റെ ഫീസിബിലിറ്റി, ടെക്നീഷ്യൻ വന്ന് ഇവിടുത്തെ ഫീസിബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഇവർ നമ്മളോട് മറുപടി തന്നത്.